Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുന്നു. 200 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന സിയാൽ 2.0 പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 3 important launches, 1 moment. Reflecting our bold step towards a future shaped by creativity and progress. എയർപോർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്. അതിനുവേണ്ടിയാണ് സിയാൽ 2.0 ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി സിയാൽ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിനെ വിപുലമാക്കുകയും ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഡിപ്പാർട്ട്മെന്റായി നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വിമാനത്താവളങ്ങളുടെ സൈബർ സുരക്ഷ എന്ന വിഷയത്തിൽ ഒരു എയ്റോ ഡിജിറ്റൽ സമ്മിറ്റും ഇന്ന് നടക്കുകയാണ്. 2023-24 രാജ്യത്തെ 37 കോടി 50 ലക്ഷം പേർ വിമാനയാത്ര ചെയ്തതായാണ് കണക്കുകൾ. ഇതിൽ 27.5 കോടി പേർ ആഭ്യന്തര യാത്രക്കാരാണ്. 21% മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. 2040 ആകുമ്പോൾ ഇന്ത്യയിൽ പ്രതിവർഷം 100 കോടി വിമാനയാത്രക്കാരുണ്ടാകും എന്നാണ് അനുമാനം. ഇത്രയും വലിയ വളർച്ച ഉൾക്കൊള്ളാനാകും വിധം നമ്മുടെ എല്ലാ വിമാനത്താവളങ്ങളും സജ്ജമാകേണ്ടതുണ്ട്. കൃത്രിമ ബുദ്ധി, ഓട്ടോമേഷൻ, പഴുതടച്ച സൈബർ സുരക്ഷ എന്നിവയിലൂന്നിയ വിവിധ പദ്ധതികളാണ് സിയാൽ 2.0-യിലുള്ളത്. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയായിട്ട് 10ാമത്തെ വർഷത്തേക്ക് കിടക്കുന്ന ദിവസമാണ് നാളെ മെയ് 20. ഇപ്പോൾ ബോർഡിന്റെ ചെയർമാനായും 10ാമത്തെ വർഷത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള വിമാനത്താവളങ്ങളുമായി കിടപിടിക്കാവുന്ന സാങ്കേതിക മികവ് കരസ്ഥമാക്കുന്ന ദിവസമാണ് ഇന്ന്. സിയാൽ 2.0 ഏറ്റവും അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാത്ര അങ്ങേയറ്റം സുഖപ്രദവും സൗകര്യപ്രദമായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് നേതൃത്വം നൽകിയ MD സുഹാസ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ടീമിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എയ്റോ സിറ്റി ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ വിമാനത്താവളം ആധുനികവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ വിമാനത്താവളം ഇരിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രൂപത്തിൽ ഇടപെടാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അകപ്പറമ്പ് ഫ്ലൈ ഓവർ ROB റെയിൽവേ ഓവർ ബ്രിഡ്ജ് 50 കോടി ചെലവഴിച്ച് സിയാൽ നിർവഹിക്കുന്നത് ഈ നാടിന്റെ പൊതു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ്. MLA-മാരായ അൻവർ സാദത്ത്, റോജി എം ജോൺ, MP-മാരായ ഹൈബി ഈഡൻ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, സിയാൽ ഡയറക്ടർ MA യൂസഫ് അലി, മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എയ്റോ ഡിജിറ്റൽ സമ്മിറ്റും അരങ്ങേറി. എല്ലാ രീതിയിലും അതിനെയൊക്കെ ചുരുക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് നമ്മുടെ എയർപോർട്ട് ഉയരുമ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടെ തന്നെ നമുക്കതിനെ നോക്കിക്കാണാം. നമുക്കറിയാം, നമ്മുടെ എയർപോർട്ടിന്റെ വളർച്ച ഓരോ ദിവസം പടിക്ക് പടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
അത് എല്ലാ മേഖലയിലും വരുന്ന യാത്രക്കാർക്കുള്ള സൗകര്യമായാലും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പിന്നെ അവിടുത്തെ ജീവനക്കാരുടെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് മിനിസ്റ്റർ പറഞ്ഞു ഇപ്പോഴത്തെ തീരുമാനങ്ങളൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ വളരെ സന്തോഷമുള്ള ആളുകൾ ഞങ്ങളൊക്കെ. കാരണം നമ്മളെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിനോട് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അത് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ അകപ്പറമ്പ് ഓവർബ്രിഡ്ജിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ ഈ വിഷയം പെടുത്തിയപ്പോൾ അദ്ദേഹം അത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് കഴിഞ്ഞ ബോർഡിൽ അതിന് 50 കോടി അനുവദിച്ചു. അതൊക്കെ ആ നാട്ടുകാർക്കായാലും അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും വളരെ പ്രയോജനപരമായ കാര്യമാണ്. ആളുകളായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കടിയായി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഓരോ 1-2 മാസങ്ങൾ കൂടുമ്പോൾ തന്നെ ഇവിടെ നിരവധിയായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ ചെറുതും വലുതുമായത് നടത്തപ്പെടുന്നു. ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് സിയാല് പുതിയ സംവിധാനങ്ങളിലൂടെ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. വളർച്ചയുടെ ഓരോ പടവുകളും ചവിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ നാടിന്റെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്കും എല്ലാം വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സിയാലിന്റെ MD ഉൾപ്പെടെയുള്ള സിയാലിന്റെ മാനേജ്മെന്റിനെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും വളരെ വേദന ഉളവാക്കിയ ഒരു സംഭവം എയർപോർട്ടിന്റെ സമീപത്ത് ഉണ്ടായിരുന്നു. CISFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ മരണം ഞങ്ങളെയൊക്കെ വളരെയേറെ വേദനിപ്പിച്ച ഒന്നാണ്. എനിക്കൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുവാനായിട്ടുള്ളത്, നിരവധിയായ ആളുകൾ, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ നേരിട്ടും അല്ലാതെയും ഒക്കെ ആശ്രയിക്കുന്നതും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സിയാൽ. അത് നമുക്കെല്ലാവർക്കും വികസനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ രാജ്യത്തിനും ലോകത്തിന് തന്നെ മാതൃകയായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്ന ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ, ബിക്കോസ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഡിജിറ്റലൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് and all new modern technologies now we are discussing. So, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറെ വെല്ലുവിളികളാണ് സൈബർ സ്പേസിൽ നാം നേരിടുന്നത്. സിയാൽ 20 എന്ന നവീനമായ ആശയത്തിലൂടെ ഇത്രയും വലിയ ബൃഹത്തായ ഒരു വികസന പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. ദിസ് ഈസ് ദി ഫസ്റ്റ് PPP എയർപോർട്ട് ഇൻ അവർ കൺട്രി. ഇറ്റ്സ് എ കേസ് സ്റ്റഡി in all major universities in the world how it happened. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക, അതുവഴി യാത്രക്കാരിലേക്ക് കൂടുതൽ കൃത്യതയോടെ സേവനങ്ങൾ ലഭ്യമാക്കുക, അതോടൊപ്പം സൈബർ വെല്ലുവിളികൾ നേരിടുക, യാത്ര സുഗമമാക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പാസഞ്ചർ ആൻഡ് എയർലൈൻ ട്രാഫിക് വർദ്ധിക്കുന്നത് അനുസരിച്ച് തുടർച്ചയായി മെഗാ പ്രോജക്ട്സ് നടപ്പിലാക്കി വരുന്നു. പാരലലി നിലവിലുള്ള സംവിധാനങ്ങളെ മോഡേണൈസ് ചെയ്യാനുള്ള പ്രോജക്ട്സും നടപ്പിലാക്കുന്നുണ്ട്. പ്രീവിയസ് 1 year ആയി പ്ലാനിംഗ് സ്റ്റേജിലുള്ള IT, കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ മാനേജ്മെന്റ്, സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, സർവേലൻസ് എന്നീ സംവിധാനങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ ആണ് അതിൽ പ്രധാനം. സിയാൽ 2.0 എന്ന വളരെ കോംപ്രഹെൻസീവ് ആയ നെക്സ്റ്റ് ജനറേഷൻ IT സിസ്റ്റംസ് ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ എയിം ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സേഫ്റ്റിയും എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കുക, യാത്രക്കാർക്ക് കൂടുതൽ പ്രിസൈസ് ആയി സർവീസസ് ലഭ്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. വളരെ റെവല്യൂഷണറി ആയ ഒരു കോൺസെപ്റ്റാണ് ഇത്. ചെയർമാൻ ಮತ್ತು ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ നിർദ്ദേശം പ്രകാരം ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സിയാൽ എന്ന ഈ സ്ഥാപനത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഇതിന്റെ ബഹുമാനപ്പെട്ട ചെയർമാനായ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ ഗൈഡൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. സിയാലിന്റെ ന്യൂ വെഞ്ചർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു.
അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിയ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.